ആർക്കോ വേണ്ടിയുള്ള ഒരു ഉത്തരമാണ്. ഒന്ന് കേട്ടു നോക്കൂ. ബയോളജിയിൽ ഈ കാണുന്ന നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കാൻ കാരണം നമ്മളെല്ലാവരും നമ്മളുടെ അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നോണ്ടാണല്ലോ. ദാറ്റ്സ് കോൾഡ് റീപ്രൊഡക്ഷൻ. ഈ റീപ്രൊഡക്ഷൻ ഹോമോസെക്ഷ്വാലിറ്റിന്റെ കേസിൽ നടക്കുമോ? ഇല്ല. ഹോമോ സാപ്പിയൻസ് എന്ന മനുഷ്യകുലം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഹോമോസെക്ഷ്വാലിറ്റി ഇവിടെ ഉണ്ടായാൽ ഇങ്ങനൊരു കുലം ഇവിടെ ഉണ്ടാവൂല. ശരി, അപ്പോ ഒന്നാവാൻ തീരുമാനിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊരു മനുഷ്യകുലത്തിന്റെ ഒരു റീപ്രൊഡക്ഷന്റെ ഭാഗമാകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ വേണ്ട. ഞങ്ങൾക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹമാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, ഞങ്ങൾ ആണാണോ പെണ്ണാണോ നിങ്ങൾ നോക്കണ്ട, ഇത് ഞങ്ങളുടെ കാര്യം. അത്തരത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു മൈനർ കമ്മ്യൂണിറ്റി ആയി അതവരെ നിലനിർത്തുന്നോളം കാലം അത് നമ്മളുടെ എവല്യൂഷൻ നമ്മളത് ബാധിക്കൂല. ഓക്കെ, പക്ഷേ അതിന് കൂടുതൽ സപ്പോർട്ട് വരികയും അതൊരു കോമൺ പ്രോസസ് ആയിട്ട് മാറുകയും ചെയ്താൽ കൂടുതൽ ആളുകൾ ഹോമോസെക്ഷ്വാലിറ്റിയിലേക്ക് വന്നാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഹെറ്ററോസെക്ഷ്വാലിറ്റി അവിടെ ഒരു മൈനർ ആയിട്ട് വരും, ഹോമോസെക്ഷ്വാലിറ്റി അവിടെ മേജർ ആയിട്ട് വരും. ആൻഡ് അക്കോർഡിംഗ് ടു എവല്യൂഷൻ ആഫ്റ്റർ thousands of years the human kind will നമ്മൾ എന്ത് ചെയ്യും? വംശനാശം സംഭവിച്ചു, നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകും.